Love demands the impossible, the absolute, the sky on fire, inexhaustible springtime. Welcome back to Love Bites on Club FM. ഞാൻ റീനു. പ്രണയത്തിലായ പെൺകുട്ടികളെ കണ്ടാലേ തിരിച്ചറിയാം. അതുവരെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ലാത്ത ഒരു ഫ്രണ്ടായിരിക്കാം. പിന്നെ അങ്ങോട്ട് ചേഞ്ചാ. നമ്മൾ കൂടുതൽ സുന്ദരിയായ പോലെ നമുക്ക് തോന്നും. ഇനി അവളുടെ കാര്യം എടുത്താലോ, അതുവരെ കണ്ട ലോകമല്ല പിന്നത്തെ ലോകം. അവളെക്കുറിച്ച് ചിന്തിക്കാനും അവളെ സ്നേഹിക്കാനും ഒരാളുണ്ടെന്ന് മനസ്സ് ഓരോ തവണ പറയുന്നവരും അവൾ കൂടുതൽ സുന്ദരിയാവുക. അവൾക്ക് ചുറ്റുമുള്ള ലോകം കൂടുതൽ മനോഹരവും. സങ്കടം വരുന്ന കാര്യങ്ങളുണ്ടായപ്പോലും അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം സ്നേഹിക്കാനും ആശ്വസിപ്പിക്കാനും ജീവിതത്തിൽ ഒരാളായില്ലേ. ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രതീക്ഷ നിറഞ്ഞതാവില്ലേ. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ഫൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. നിലാവേ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല, ഞാൻ സ്റ്റുഡിയോയിലല്ലേ. ക്ലബ് FM ലവ് ഫൈറ്റ്സിൽ ഞാൻ റീനു. എനിക്കെൻ്റെ കുട്ടിച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. ഹീസ് മൈ ലൈഫ്, മൈ എവ്രിതിങ് എന്നെല്ലാവരും എഴുതിയിട്ടുണ്ട്. പിന്നെ രേണു ചേച്ചി എൻ്റെ ലവറിന് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യോ പ്ലീസ്. പേരില്ലാതെയാണോ ലവറിന് വേണ്ടി പാട്ട് ചോദിക്കണേ? വെച്ച് തരത്തില്ല പോ. രതീഷാണ് ചോദിച്ചത്. പിന്നെ അഞ്ജലി, നിന്നെ കണ്ടിട്ട് എത്ര നാളായി, നീ എന്താ എന്നൊന്നും വിളിക്കാത്ത? പ്ലീസ് മോളെ, പിണങ്ങിയിരിക്കല്ലേ, ചെറിയൊരു തെറ്റ് പറ്റി. ഓഹോ, ഒരു വലിയ സോറിയാണല്ലോ അയച്ചേക്കുന്നത്. കാര്യമൊന്നും പറഞ്ഞിട്ടുമില്ല, കാര്യമായി എന്തോ ചെയ്തിട്ടുണ്ടാവണം അല്ലേ. വഴക്കുണ്ടാക്കാൻ നേരത്ത് നമുക്കൊക്കെ എന്തൊരു എനർജിയാ. എന്നാൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ യോ വേണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പോ സോറി ചക്കരി, സോറി മുത്തേ. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ഫൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. എന്തോരം കഷ്ടപ്പെട്ടിട്ടാ ഒന്ന് വിളിക്കാൻ പറ്റിയെന്നറിയോ? മനസ്സിലായില്ല? ഇത്രയും എന്റെ ശബ്ദം ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല? ഇപ്പൊ നേരിട്ട് കാണുമ്പോ മാത്രമേ സ്നേഹമുള്ളൂ, ഫോണിൽ വിളിക്കുമ്പോ മിണ്ടില്ല അല്ലേ? ഇതെന്താ എന്നെ മനസ്സിലാവാത്ത പോലെ പെരുമാറുന്നു? പറഞ്ഞപ്പോ വരാൻ പറ്റുമോ? ക്ലബ് FM ലവ് ബൈറ്റ്സിന്റെ സ്റ്റുഡിയോയിലാ. അതെ അതെ, ഏതോ പെൺകുട്ടിയാണ് പ്രേമിക്കാൻ വിളിച്ചെന്ന് ഓർത്തല്ലേ? പ്രണയിച്ചിട്ടുണ്ടോ സേതു? സേതുവിന് ഒരുപാട് ഇൻഫാച്വേഷൻ ഉണ്ടായിട്ടുണ്ടോ? കുറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും അതുകൊണ്ടുള്ള പ്രശ്നമായില്ല. ലോയ്ക്ക് എത്രാമത്തെ ഇയറാ പഠിക്കുന്നത്? തേർഡ് ഇയർ എത്തിയപ്പോഴത്തേനും ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ എന്റെ ചോദ്യത്തിന് പറ്റിയ ആളെ എനിക്ക് കിട്ടിയേക്കുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM ഫോർ ടൺ കണക്കിന് ലവ്. റീനു ആൻഡ് സേതു വിൽ ബി ബാക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സിനിമയാ താൽ. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ നമ്മളിപ്പോൾ കേട്ടത് താലിലെ ഒരു പാട്ട്. ഞാൻ റീനു, എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് സേതു. സേതു, ഒരു പ്രണയത്തിലാവുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. വണ്ടർഫുൾ എക്സ്പീരിയൻസ്, ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. വി ജസ്റ്റ് ലവ് ടു ബി ഇൻ ബീയിങ് ഇൻ ലവ്. അങ്ങനെയാണല്ലോ, ഇറ്റ്സ് നൈസ് എക്സ്പീരിയൻസ്. നമുക്ക് എല്ലാവർക്കും ആ ടൈമിൽ നല്ല രസമാണ്. ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതിന് വേണ്ടിയിട്ടാണോ പ്രണയിക്കുന്നത്? ആ എക്സ്പീരിയൻസ് ഓരോ തവണ കിട്ടാൻ പല പല എക്സ്പീരിയൻസ് പല ആൾക്കാരുടെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്ത് ലൈഫ് എന്താണെന്ന്. ലൈഫ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തേക്കാണ്. എന്നാണാവോ വിധി വീഴുന്നത്? നിർത്താതെ നമ്മൾ അതിലാരെങ്കിലും ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാനും കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് താല്പര്യമുണ്ടെന്ന് പറയുന്നു. അവസാനം ഈ കേസ് സ്റ്റഡി ക്ലോസ് ചെയ്യുമ്പോ ഒരൊറ്റ നല്ല പെമ്പിള്ളേരെ ഇയാൾക്ക് കിട്ടൂല. അങ്ങനെ ഒരു ബാഡ് ലെവലിലേക്ക് ഞാൻ ചിന്തിക്കുന്നു. എന്നാലും അങ്ങനെയാണ് ഇപ്പൊ, അങ്ങനെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വൈസ് അങ്ങനെയാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ട്. Thank you so much for talking to me, Setu. Thank you. Bye. Club FM Love Bites. We have a song from Megha Malhar. Stay tuned for Ton Kanakana Love.